ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു മനോഹരമായ യാത്രയുടെ വിശേഷമാണ്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും എന്റെയും മോളുടെയും ആദ്യ വിമാനയാത്ര കൂടിയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കൂടാതെ ഞങ്ങള് ഒരുപാട് കാത്തിരുന്ന ഒരു ട്രിപ്പ് കൂടിയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങള് കരിപ്പൂര് എയർപോർട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. അവിടെ എത്തിയപ്പോൾ തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ചെക്കിങ് ചെയ്യുന്നതാവട്ടെ, സെക്യൂരിറ്റി ചെക്കിങ്, ബസ്സിൽ പോയിട്ട് വിമാനത്തിൽ കയറുന്നത്, അതൊക്കെ ഒരു ഒരു പ്രത്യേക തരം ഒരു ഫീല് തന്നെയായിരുന്നു. വിമാനത്തിൽ കയറിയതിന് ശേഷമുള്ള ആ ഒരു സന്തോഷവും എന്നാൽ കുറച്ച് പേടി കൂടി ഉള്ളതായിരുന്നു. കാരണം വിമാനം ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഇളകിക്കൊണ്ടങ്ങനെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാല് എന്താണ് ഒരു രസമുള്ള ഒരു പേടി എന്നൊക്കെ പറയൂലേ, നമുക്ക് എക്സൈറ്റ്മെന്റോട് കൂടി ഉണ്ടാവുന്ന സന്തോഷവും എന്നാൽ അതിൽക്കൂടി ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പേടിയും കൂടെ ഉള്ളൊരു ഫീൽ ആയിരുന്നു കേട്ടോ അപ്പൊ ഉണ്ടായിരുന്നത്. അങ്ങനെ പോണ സമയത്ത് നമ്മൾ ആ വിൻഡോയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകള് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഇത് മോൾക്കും തന്നെ അങ്ങനെ തന്നെ. മോളും വിൻഡോയിന്റെ ഉള്ളിൽ കൂടി അങ്ങനെ പുറത്തേക്ക് നോക്കിയോണ്ട് നിൽക്കുകയായിരുന്നു. മോൾക്കും തന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഒരു വർഷം മുമ്പാണ്. മോൾക്ക് അന്ന് 2 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് പോയ ഒരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ ഞങ്ങള് ഇങ്ങനെ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം, കാരണം ഞങ്ങൾ പോകുന്നതുള്ളത് കൊച്ചിയിലേക്കാണ്. കരിപ്പൂര് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാത്രമുള്ള ദൂരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഏകദേശം കുറച്ചൊക്കെ സമയം ഉണ്ടാവുള്ളൂ അതിൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ കൊച്ചിയിലെത്തിയപ്പോ ഞങ്ങൾ പോയിട്ടുള്ളത് വിവാഹ ഹോളിഡേയ്സ് പറഞ്ഞ ട്രാവൽസിന്റെ കീഴിലായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ചെന്നപ്പോ തന്നെ അവിടെ ബസ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. മോളാണെങ്കിലും മൈക്കൊക്കെ കിട്ടിയ പാടെ പാട്ടും പാടല് അങ്ങനെയൊക്കെ ആയിട്ട് ഓളോളെ കളിയിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ എത്തി ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോ ഓരോ മ്യൂസിയത്തില് കാര്യങ്ങൾക്ക് അവിടേക്കൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ മോൾക്ക് എന്ന് പറയുമ്പോ പാർക്കിൽ കളിക്കാന് അങ്ങനത്തിനോടൊക്കെയാണല്ലോ കൂടുതലും, കുട്ടികള് അല്ലേ. അപ്പൊ ഓർക്ക് ഉണ്ടാവാതിട്ട് ഒരുപാട് പാർക്കുകളിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോൾക്ക് ഈ ട്രിപ്പ് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്ക് ഇനിയിപ്പോ എത്ര പാർക്ക് പോയാലും ഈ കീണ സാധനത്തിൽ ഇരിക്കുന്നതാണ് ഓക്കെ പേടില്ലാതെ ഓള് ഇരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ എല്ലാത്തിലും കേറണം, എന്നാലും ഓക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ചെറിയ കുട്ടി 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഓള് വിട്ടുകൊടുക്കൂല. എന്നാലും എല്ലാത്തിലും കേറണം പറയും. ഒരുപാട് ഫ്രണ്ട്സാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു യാത്രയില്. അതുകൊണ്ട് ഓരോ കൂടെ ഇങ്ങനെ കൂടിയിട്ടാണ് ഇപ്പൊ ഇതിലൊക്കെ കേറുന്നത്. ഒറ്റക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കീണ അതിൽ തന്നെയാണ് ഓള് പോവലുള്ളായിരുന്നു. പക്ഷെ അവിടുന്ന് എന്താണ് അവൻ ഫ്രണ്ട്സാളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഓള് എല്ലാത്തിലും കേറിയിട്ടുണ്ടായിരുന്നേ. ഓള് ഈ ട്രിപ്പാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി. കൊച്ചി മെട്രോയില്, അതേപോലെ വാട്ടർ മെട്രോയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ മെട്രോയിലൊക്കെ പോയുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനും ആദ്യമായിട്ടാണ് കയറുന്നത്. മോൾക്ക് എനിക്ക് തോന്നുന്നു ആ വിമാനത്തിൽ കയറിയതിനേക്കാളും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഓക്ക് പിന്നെ വിമാനാണെന്നൊന്നും മനസ്സിലാവാനുള്ള പ്രായം കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ മോൾ ഇതിന്റെ വിൻഡോയിലൂടെ ഇങ്ങനെ ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കിയിട്ട് ഓളെ ഭാഷയിൽ ഓള് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഇതിന്ന് വോയിസും കാര്യങ്ങളും ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. ഭയങ്കര ക്രൗഡായിരുന്നു. കുറെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ. അപ്പൊ പിന്നെ മോൾ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഉള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കും. കാരണം പമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ മാറ്റി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ പിന്നെ അവിടുന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഓൾക്ക് മണ്ണിൽ കളിക്കാനൊക്കെ ഇഷ്ടമായിട്ട് ഈർക്കിലെടുത്തിട്ട് മണ്ണ് തോണ്ടലും കളികളിലൊക്കെ വേണ്ടിയിട്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ യാത്രയില് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു യാത്രയായിരുന്നു ഇത് ട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് യാത്രകൾ എന്ന് പറയുന്നത് നമ്മള് പുതിയ സ്ഥലങ്ങൾ കാണാൻ മാത്രമുള്ളതല്ലേ, ജീവിതകാലം മുഴുവന് ഓർത്തു വെക്കാൻ പറ്റിയ ഒരു അനുഭവം കൂടിയാവണല്ലേ നമ്മളെ ഓരോ യാത്രയും. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ 1 വർഷം മുമ്പ് പോയ യാത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഈ വീഡിയോ എനിക്ക് എടുത്തു നോക്കുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് പോയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴും അവിടുത്തെ ഓരോ എക്സ്പീരിയൻസ്, അന്നത്തെ അനുഭവങ്ങളൊന്നും എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. അത്രത്തോളം അനുഭവങ്ങളും അത്രത്തോളം ഒരു നമ്മളെ മനസ്സിന് സന്തോഷങ്ങളും നൽകിയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പിന്നെ മോൾക്ക് അതേപോലെ തന്നെ ഓക്ക് പിന്നെ വണ്ടിയിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 2-3 സ്ഥലങ്ങളിലും കൂടി മോളെ വണ്ടി കയറ്റാനോ മാളിലൊക്കെ പോയ സമയത്ത് വണ്ടിയിൽ കയറ്റാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇതില് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ ആദ്യ ഫ്ലൈറ്റ് യാത്ര അനുഭവങ്ങളാണ് ഇതിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും യാത്രാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇതിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകുന്ന ആളുകളാണെങ്കിലും ഇത് ഞങ്ങൾക്കൊരു വ്യത്യസ്തത തന്ന ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ.